നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദപുരി. ഈ വൈഷ്ണവ നാമങ്ങളിൽ നമ്മൾ നിരവധി നാമങ്ങൾ നിരവധി കാര്യങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്. രാമരാമ ജപിക്കുന്നു, നാരായണായ നമ ജപിക്കുന്നു, അങ്ങനെ ഒരുപാട് അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ ജപിക്കുന്നു. അങ്ങനെ പല നാമങ്ങൾ നമ്മൾ പലപ്പോഴും ഒരുപാട് തവണ നമ്മൾ ജപിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ പലർക്കും ഉള്ളൊരു മറ്റൊരു പ്രശ്നമാണ് നമ്മൾ നിരീക്കുന്ന ആഗ്രഹങ്ങൾ നടക്കാതെ വരിക. കാര്യമെല്ലാം ഉണ്ട്. പല ആഗ്രഹങ്ങളും നമുക്ക് മനസ്സിൽ തന്നെ കുഴിച്ചു മൂടേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുക. ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരിക, ആഗ്രഹങ്ങൾ നടക്കാതെ വരിക. അങ്ങനെ പറയുന്ന നിരവധി പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, ആഗ്രഹിച്ച ജോലി കിട്ടാതിരിക്കുക. നല്ല ജാതകഗുണവും എഡ്യൂക്കേഷൻ ഉണ്ട്, ആഗ്രഹിച്ച പോലെ വൈവാഹിക ബന്ധം കിട്ടാതിരിക്കുക. അതുപോലെ നന്നായി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നന്നായി പ്രൊമോഷൻ കിട്ടാതിരിക്കുക. നന്നായിട്ട് സമ്പത്ത് വരുന്നുണ്ട്, നമുക്ക് ആ സമ്പത്ത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റാതെ വരിക. അങ്ങനെ ആഗ്രഹ സാഫല്യത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് നല്ല വീട് വെക്കാനുള്ള ആഗ്രഹം, ചിലവർക്ക് നല്ല സ്ഥലം മേടിക്കാനുള്ള ആഗ്രഹമാവാം, ചിലർക്ക് നല്ല ബിസിനസ് കൊടുക്കാനുള്ള ആഗ്രഹം, അങ്ങനെ പലവിധ ആഗ്രഹങ്ങൾ. അപ്പൊ ആഗ്രഹ പൂർത്തീകരണത്തിന് നമ്മൾ ആരെ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ ആഗ്രഹ പൂർത്തീകരണം പ്രാർത്ഥിക്കേണ്ട മഹാവിഷ്ണുവിനെ തന്നെയാണ്. മഹാവിഷ്ണുവിന്റെ പ്രാർത്ഥനയും മഹാവിഷ്ണുവിന്റെ നാമജപം കൊണ്ട് എന്ത് നമുക്ക് ആഗ്രഹങ്ങളുണ്ടും പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. നന്നായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് വൈഷ്ണവ നാമങ്ങളും വൈഷ്ണവ ഇതുകളും. ഇനി ആഗ്രഹം മാത്രം പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേക നാമങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട്, യാതൊരു സംശയമില്ല. ഞാൻ എപ്പോഴും പറയണു, വൈഷ്ണവ നാമങ്ങൾ ഒരു ലൈബ്രറി പോലെ നിരവധിയുണ്ട്. അതിന്റെ എല്ലാം പൂർണ്ണഫലം ഉൾക്കൊള്ളുന്നതാണ് നാരായണനാമം. അതായത് നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. ആ നാമത്തിന്റെ അത്രയും പവർഫുൾ. അത് ജപിക്കുമ്പോൾ അത് ലോകത്തെല്ലാം കിട്ടുന്നു പലപ്പോഴും നിങ്ങളോട് പറയാനുള്ളതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരുപാട് മന്ത്രങ്ങളുടെ മൂലകാരകൻ ഭഗവാനാണ്. ഭഗവാന്റെ ഏറ്റവും മൂലമന്ത്രമാണ് നാരായണായ നമ എന്നുള്ളത്. അപ്പൊ ആ ശക്തി തന്നെ നമുക്ക് ലഭിച്ചാൽ ഇതെല്ലാം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹ പൂർത്തീകരണം നമ്മൾ എന്ത് ചെയ്യണം, ഏത് നാമം ജപിക്കണം എന്ന് നമുക്ക് സംശയമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ പൂർണ്ണമായ ആഗ്രഹ പൂർത്തീകരണത്തിന് ജപിക്കാൻ പറ്റുന്നതാണ്. ഓം വാഗീശ്വരായ വിദ്മഹേ ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസ പ്രചോദയാൽ. വാഗീശ്വരായ വിദ്മഹേ ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസ പ്രചോദയാൽ. ഭഗവാനെ ഓർത്തുകൊണ്ട് 9 തവണ 12 തവണ ദിവസം ജപിച്ചോളൂ. എന്നിട്ട് അവസാനം എന്റെ ഇന്ന ആഗ്രഹം ഭഗവാനെ നടത്തി തന്നെ എന്ന് പറഞ്ഞോളൂ. ആ ആഗ്രഹ പൂർത്തീകരണത്തിന് ആഗ്രഹം സഫലീകരിക്കാനായിട്ട് അതിഗംഭീരാണ്, അതികേമാണ്, യാതൊരു സംശയമില്ല. 100% ഉറപ്പാണ്. അത്രയ്ക്ക് കേമത്വം തന്നെയാണ് ഈ നാമജപം. അപ്പൊ അതുകൊണ്ട് വൈഷ്ണവ നർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സഫലീകരണത്തിനുള്ളതാണ്. വൈഷ്ണവ നാമങ്ങൾ നമ്മൾ പൂർത്തീകരണത്തിനുള്ളതാണ്. പിന്നെ ഓരോന്നിനും നമ്മൾ ഉപയോഗിക്കുന്നു മാത്രം. അതുകൊണ്ട് ഇതൊന്ന് എഴുതി വെച്ചോളൂ, ജപിച്ചോളൂ. വളരെ കേമത്താണ്. നമസ്കാരം. ഗോവിന്ദപുരി.